യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. 3-4. അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളയിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ആമേൻ. ഈ കോണ്ടസ്റ്റ് നന്നായി ഞാൻ പറഞ്ഞതാണ്. ഒരു കുരുടൻ സൗഖ്യമാകുന്ന ഭാഗമാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു കുരുടൻ സൗഖ്യമാകുന്ന ഭാഗമാണ്. കുരുടനെ കണ്ടുകൊണ്ട് ശിഷ്യന്മാർ ചോദിച്ച ചോദ്യമായിരുന്നു, ആരുടെ പാപമാണ്? ഇതെല്ലാം ഞാൻ പലതവണ പറഞ്ഞതാണ്. ആരുടെ പാപമാണ് ഈ മനുഷ്യന്റെ രോഗത്തിന് കാരണം? പാപമോ ശാപമോ ആയിരുന്നാലും ഏതാണ് അതിൻ്റെ കാരണമെന്നറിയാൻ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുമ്പോൾ യേശു സംസാരിച്ച 2 വാക്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ വായിച്ചിരിക്കുന്നത്. ഞാൻ അവിടെ നിന്ന് തുടങ്ങാൻ താല്പര്യപ്പെടുന്നു. യേശു പറഞ്ഞ വാക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച നന്നായിട്ട് തന്നെ വിശദീകരിച്ചതാ. പക്ഷെ ഒരു ദൂത് അതിനകത്ത് മറിഞ്ഞു കിടക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയാൻ താല്പര്യപ്പെടുന്നു. ഇവൻ ആരുടെയെങ്കിലും അമ്മയുടെയോ അപ്പൻ്റെയോ പാപം കൊണ്ടല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനാണ്. എന്താണ്? ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന്. ഞാൻ ആ വാക്ക് അവിടെ നിന്ന് വിട്ട് ഒരു ദൂത് നിങ്ങളോട് പറയാൻ താല്പര്യപ്പെടുകയാണ്. ഒരു ദൈവ ശബ്ദം നിങ്ങളോട് പറയാൻ താല്പര്യപ്പെടുന്നു. ഇങ്ങനെ ചിലരെ ദൈവം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആമേൻ. ആ കൂട്ടത്തിൽ പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ ആമേൻ പറയാൻ മടി കാണിക്കരുത്. ആമേൻ. ചെറുതായിക്കട്ടെ വലുതാകട്ടെ, പ്രായം എത്ര ആകട്ടെ, പ്രായം എത്ര ചെറുതാകട്ടെ, ആരോഗ്യം എത്രത്തോളം ഉണ്ടാകട്ടെ, ഇല്ലാതിരിക്കട്ടെ, നിങ്ങളുടെ കയ്യിലെ കാശ് സാമ്പത്തികം എത്ര ആയിത്തീരട്ടെ, പക്ഷേ നീ മുണ്ടക്കയത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് സെപ്പറേറ്റ് ചെയ്യപ്പെട്ട ആളാണ് എന്ന് ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ ദൂതിനെ അങ്ങ് സ്വീകരിക്കുക. ഹല്ലേലൂയ. അങ്ങനെ ചിലരെ ദൈവം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ദീർഘനാളുകൾ അവൻ അന്ധതയായിരുന്നു അവൻ്റെ ലൈഫ്. പക്ഷേ ദൈവത്തിന് അവനോട് പറയാനുള്ള കാര്യങ്ങൾ ഇതാണ്: നീ ഒരു കഷ്ടത അനുഭവിച്ചു എന്നത് സത്യമാണ്. പക്ഷേ നീ ഇത് അനുഭവിക്കേണ്ടി വന്നതിൻ്റെ പിന്നിലെ കാരണം ഒരു മഹത്വം നിന്റെ തലയ്ക്ക് മീതെ വീഴേണ്ടതിനാണ്. ആമേൻ. ഹല്ലേലൂയ. ഒരു മഹത്വം. ഇവിടെ എല്ലാവരും ശ്രദ്ധിച്ചോ. ആരെങ്കിലും വരാനുണ്ടെങ്കിൽ അതൊന്ന് കയറിക്കോളും. ഹല്ലേലൂയ. ഒരു മഹത്വം നിന്റെ തലയ്ക്ക് മീതെ വീഴേണ്ടതിനാണ്. ഇന്ന് പകരം വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. നീ മഹത്വത്തിനായി സെപ്പറേറ്റ് ചെയ്യപ്പെട്ട ആളാണ്. ഓ, നിങ്ങൾ പലരും ഈ ശബ്ദം കേൾക്കുന്നില്ല. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടിട്ട് പറ, നിങ്ങൾക്കത് അറിയത്തില്ല എങ്കിലും ദൈവം നിന്നെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് അവൻ്റെ ഗ്ലോറി നിന്റെ ലൈഫിനകത്തേക്ക് റിവീൽ ചെയ്യാൻ വേണ്ടിയാണ്. കരം അടിച്ച് അതിനൊന്ന് സ്വീകരിച്ച്. സാധാരണ മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. വെൽക്കം. സാധാരണ മനുഷ്യൻ അത് ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. എല്ലാവരും ഇവിടെ ഉണ്ടോ? ഒരു പുരുഷായത്തിന്റെ നല്ല പങ്ക് ആ മനുഷ്യൻ അന്ധനായി ജീവിച്ചിട്ട് ആ അന്ധത തന്നിൽ നിറവേറിയതിൻ്റെ പിന്നിലെ കാരണം ദൈവമഹത്വം അവനിൽ വെളിപ്പെടേണ്ടതിനാണ്. ഓ, ഞാൻ സൈലന്റ് ആയിട്ട് പറയട്ടെ. അച്ഛാ, ദൈവമഹത്വം വെളിപ്പെടേണ്ടതിനാ. ശില്പ, ദൈവമഹത്വം വെളിപ്പെടേണ്ടതിനാ. എക്സാക്ട് വേർഡ്, ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനാണ്. ദൈവപ്രവൃത്തി. ഇന്ന് അങ്ങനെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് നിന്റെ പ്രശ്നം മാറുകയാണ്. ഹല്ലേലൂയ. ജോഷിജാനെ ഒന്ന് തൊട്ട് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഒന്ന് തൊട്ട് പ്രാർത്ഥിച്ച ജോഷിജാനെ. നിങ്ങളെല്ലാവരും അങ്ങോട്ട് നോക്കണ്ട. ജോഷിജാനെ ഒന്ന് തൊട്ട് പ്രാർത്ഥിച്ചോ. ജോഷിജാൻ ആത്മാവിൽ പറയുന്നു, ഇത് വന്നതിൻ്റെ പിന്നിൽ നീ എന്നേയുമായി രോഗിയാകാൻ വേണ്ടിയല്ല. ഇതിനോട് ചേർത്ത് ഞാനൊരു പദോട് പറയാം. ഹല്ലേലൂയ. ഇനി നെഗറ്റീവ് ആസ്പെക്റ്റിൽ സംഭവിക്കാൻ പറ്റുന്ന രീതിയിൽ കയറി വന്നതാണെങ്കിലും എല്ലാത്തിനെയും നന്നാക്കാൻ പറ്റുന്ന ഒരു ക്രിസ്തു നിന്റെ അകത്തിരും. Come on. നിനക്ക് പലതും ലേറ്റ് ആയത്, നിന്റെ ലൈഫിനകത്ത് പലതും നഷ്ടപ്പെട്ടത്, നിന്റെ ലൈഫിൽ നിന്ന് മാറിപ്പോയത്, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, ഒരു മഹത്വം നിന്നിലേക്ക് വെളിപ്പെടേണ്ടതിനാ. Come on. Hallelujah.
ഹല്ലേലൂയ 3 ദിവസം അന്ധത പിടിപ്പിച്ച് ഒരു റൂമിനകത്ത് പൗലോസ് ഹല്ലേലൂയ ഇരുന്നതിന്റെ പിന്നിലെ കാര്യം എന്നറിയാവോ? ഇന്നു വരെ വെളിപ്പെടാത്ത ഒന്ന് അവന്റെ മേൽ വെളിപ്പെടുത്തേണ്ടതിനാണ്. പൗലോസ്, നിനക്കറിയത്തില്ല, ഈ യാത്രകൾ നിന്റെ മുമ്പിലുണ്ട്. ഭൂഖണ്ഡങ്ങളെ പിടിക്കാനുള്ള ഈ യാത്രകൾ നിന്റെ മുമ്പിലുണ്ട്. ആയിരോണോ ആരോടൊക്കെ ഞാൻ പ്രവചിക്കുന്നു, ഒതുങ്ങിപ്പോയെടുത്ത് നിന്ന് ദൈവം നിന്നെ ടേക്ക് ഓവർ ചെയ്യോ. ഇനി നിന്റെ മുമ്പിലുള്ളത് അടഞ്ഞ റൂമിനകത്തിരിക്കാനോ അന്ധത പിടിപ്പിച്ച കണ്ണുകൊണ്ട് നടക്കാനോ അല്ല. നീ കാണും ചിലതിനെ, നീ ചിലതിനെ അനുഭവിച്ചിരിക്കും. നിന്റെ പ്രശ്നവും ദൈവപ്രവൃത്തിയുമായി കണ്ടുമുട്ടുന്ന ഒരു രാവിനകത്താണ് നീ നിൽക്കുന്നത്. ഐ ഡിക്ലെയർ, ഈ പകൽ അതിനുള്ളതാണ്. നന്നായി കര അടിച്ച് പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, ചില യാത്രകൾ തുറക്കുന്നു. യാത്രകൾ തുറക്കുന്നു. ചിലര് ഫ്ലൈറ്റ് കയറാൻ സമയമായി. നിന്റെ യാത്രകളെ ദൈവം തുറക്കുകയാണെന്ന് പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. ദൈവപ്രവൃത്തി നീ തമ്മിൽ കണ്ടിമുട്ടുന്ന ഒരു പകലിനകത്തേക്ക് ദൈവം നിന്നെ കൊണ്ടുവരികയാണ്. ഒന്ന് പറഞ്ഞാട്ടെ, ദൈവപ്രവൃത്തിയും ഞാനും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു പകലിനകത്തേക്ക്. എത്ര പേര് കേട്ട്? എത്ര പേര് കേട്ട്? ഒന്ന് പറഞ്ഞേ, ശില്പി ഒന്ന് പറഞ്ഞേ. ദൈവപ്രവൃത്തി ഞാനും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു പകലിനകത്തേക്ക് ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുക. ഓൾറെഡി പരിശുദ്ധാത്മാവ് സംസാരിച്ചു കഴിഞ്ഞു. ആമേൻ. ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം പകൽ എന്ന വിഷയം. പകൽ എന്ന് പറഞ്ഞാട്ടെ, പകൽ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറ. ആമേൻ, ഹല്ലേലൂയ. പകൽ, പകൽ. ഈ പകലിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. പകൽ വെളിപ്പെടാൻ പോവാ. ഷെയ്ഖാനെ സ്വീകരിക്കുന്നു. പകൽ വെളിപ്പെടാൻ പോവാ. പകലിനകത്ത് ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത് ആമേൻ. ഈ വാക്ക് തുറക്കുന്നത് പകലും രാത്രിയെ കുറിച്ചോ പറയുന്നത്. ഒരു രാത്രിയെ കുറിച്ചോ ഒരു പകലിനെ കുറിച്ചോ പറയുന്നത്. ആ പകലാണ് ഇന്നത്തെ എൻ്റെ പ്രസംഗ വിഷയം. പകലുള്ളിടത്തോളം ഞാൻ പ്രവർത്തിക്കേണ്ടതാകുന്നു. ആമേൻ. ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു രാത്രി വരാൻ പോവുകയാണ്. അതിന് മുമ്പ് നടക്കുന്ന ഈ പകലിൽ ഞാൻ അടങ്ങി. മുണ്ടക്കയത്ത് ആ പകൽ വെളിപ്പെടാൻ പോവുകയാ. ദൈവപ്രവൃത്തികളാൽ കര ഉയർത്തി സഭയതിനെ സ്വീകരിച്ച്, നന്ദി പറഞ്ഞതിനെ സ്വീകരിച്ച്, ആഴമായതിനെ സ്വീകരിച്ച്, ആ പ്രവൃത്തിയിൽ നീ ഒരു നിർണായക ഘടകമാണ്. എന്നോട് വീണ്ടും ആവർത്തിക്കുന്നു. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഫ്ലൈറ്റ് ഒക്കെ ഇങ്ങനെ പൊങ്ങുന്നത് കാണുന്നുണ്ട്. എനിക്കറിയില്ല, ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ ഇത് കാണുന്നു. ഞാനും ഉണ്ടെന്നങ്ങ് വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. ചിലര് ടേക്ക് ഓഫ് ആകാൻ സമയമായി. ചിലരുടെ യാത്രകൾ തുടങ്ങാൻ സമയമായി. ഇനി ഫ്ലൈറ്റിൽ അല്ലേ പോലും നീ യാത്ര ചെയ്യാൻ പോവാണ്. ആമേൻ. ഒരു വാക്ക് യാത്രയെക്കുറിച്ച് പറഞ്ഞിട്ട് തിരിച്ചു വരാം. ഈ യാത്ര എന്ന് പറഞ്ഞാൽ, ഞാൻ കുറച്ച് യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ തുടങ്ങി. ഈ യാത്ര ചെയ്യുന്ന ആൾക്കാർ വിശാലമായിക്കൊണ്ടേയിരിക്കും. മനസ്സിലായില്ല? കൂട്ടത്തിൽ പ്രധാനിയായ ശിഷ്യനാണ് പത്രോസ്. പത്രോസ് എന്ന ശിഷ്യനേക്കാൾ പൗലോസ് എന്ന ദൈവമനുഷ്യന് കൂടുതൽ പറയാനുള്ളതിന്റെ പിന്നിലെ കാര്യം താൻ യാത്ര ചെയ്തു എന്നുള്ളതാണ്. മനസ്സിലായില്ല? ഒന്നുകൂടെ ഞാൻ അതിൻ്റെ അകത്ത് പറയാം. ഏതൊരു സംസ്കാരത്തിനകത്തേക്കും ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന രീതിയിലുള്ള ദൈവിക സത്യങ്ങളാണ് ക്രിസ്ത്യാനിത്വം. ക്രിസ്തീയ സത്യങ്ങൾ ഏതൊരു സംസ്കാരത്തിലേക്കും ഏതൊരു ഭാഷയിലേക്കും ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നതാണ്. പക്ഷേ അതത് ഭാഷക്കാർ
അതത് സംസാരത്തിലുള്ളവർ അതിനെ അവരിലേക്ക് മാത്രം ഒതുക്കും. ഈ യാത്ര ചെയ്യുന്നവരുണ്ടല്ലോ, അവരവരുടെ സംസ്കാരവും അവരവരുടെ ഭാഷയും വിട്ടിട്ട് മറ്റേതോടെ മനസ്സിലാക്കാൻ ശ്രമിക്കും. അങ്ങനെ മനസ്സിലാകുമ്പോൾ ദൈവം ഇറക്കി വെച്ചിരിക്കുന്ന സത്യങ്ങളുടെ വലിപ്പം കൂടും. ഞാൻ ഈ പറഞ്ഞതിൻ്റെ ആക്കം പറയുകയാണ്. നിന്റെ യാത്ര തുടങ്ങുന്നത് പറഞ്ഞാൽ ദൈവം നിന്നെ വലുതാക്കാം. ദൈവം നിന്റെ ആശയങ്ങളെ വലുതാക്കാൻ പോകുക. ദൈവം നീയുമായുള്ള ബന്ധം വലുതാക്കാൻ പോവുക. ബൈബിള് നോക്കിയാൽ ഈ യാത്ര ചെയ്തവരുടെ പട്ടിക നോക്കിയാൽ അതിനകത്ത് അബ്രഹാമുണ്ട്, അതിനകത്ത് ഇസ്രായേൽ ജനമുണ്ട്, അതിനകത്ത് പൗലോസ് ഉണ്ട്. ഇന്ന് പകല് മിറക്കൽ ഹാർവസ്റ്റ് ചർച്ചിന്റെ ഈ യാത്രകൾ എവിടേക്ക് ഒതുക്കിയ നിന്റെ പരിധി പൊട്ടിച്ച് നിന്നെ പുറത്തിറക്കുന്ന പകലിനകത്തേക്ക് നിന്റെ എല്ലാ കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ, അഴിയട്ടെ, അഴിയട്ടെ. ഈ പകൽ അഴിയട്ടെ, ഈ പകൽ എവിടെയൊക്കെ ഒതുക്കിയ മേഖലകൾ അഴിയട്ടെ. ഒരുപക്ഷെ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഈ സന്ദേശം കൂടെ കേൾക്കാൻ ഇന്ന് പകൽ ഓടിച്ചതിനകത്ത് കയറ്റിയേ. ഞാൻ ഒഴുക്കും മട്ടിൽ ആ പ്രസംഗം അങ്ങ് ഒഴുക്കിയ കഴിഞ്ഞ ആഴ്ച വിട്ടതാ. പക്ഷെ പരിശുദ്ധാത്മാവ് സമ്മതിച്ചില്ല. ഹല്ലേലൂയ. ഇതൊരു ചെറിയ തുടക്കത്തിന്റെ സമയമാണ്. ഹല്ലേലൂയ. ഏതൊക്കെയോ കുടുംബങ്ങൾക്കകത്തേക്ക് തീ പിടിച്ചതുപോലെ ദൈവസാന്നിധ്യം ഓടിക്കേറുന്നുണ്ട്. നീ വെറുതെ ഇവിടെ ഇരിക്കരുത്. കൈയടിക്കുമ്പോൾ നീ നന്നായി കൈയടിച്ചോണം, ആരാധിക്കുമ്പോൾ നന്നായി ആരാധിച്ചോണം. നിന്റെ ഉള്ളിൽ നിന്ന് ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി ചെയ്യാൻ നിനക്ക് വേണ്ടി പുറത്ത് വർക്ക് ചെയ്യുന്ന ദൈവാത്മാവിൻ്റെ ഇടപെടലിനെ ഞാൻ ആത്മാവിൽ കാണുന്നു. ഇതുപോലത്തെ ഒരു പകലാണ് മോശയുടെ മുമ്പിൽ കത്തുന്ന തീ വെളിപ്പെട്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് മോശയോട് പറയാനുള്ളത്, മോശെ അടങ്ങിയിരിക്കാനല്ല നിന്നെ വിളിച്ചത്. ഹല്ലേലൂയ. നിനക്ക് ചെയ്യേണ്ട ചില ദൈവപ്രവർത്തികളുണ്ട്. നിനക്ക് ചെയ്യേണ്ട ചില ദൈവപ്രവർത്തികളുണ്ട്. ആ ദൈവപ്രവർത്തിക്കകത്തേക്ക് ഈ പകല് നിന്നെ ടേൺ ചെയ്യിക്കുകയാണ്. ഇതൊരു ദൂതാണ് കേട്ടോ. ചിലരോടുള്ള പോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നീ ഇതിനകത്ത് കയറി വന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നെ നോക്കി പ്രവചിക്കുന്നു. നിന്റെ ലൈഫ് മറ്റൊരു ദിശയിലേക്ക് ദൈവം ടേൺ ചെയ്യിക്കുക. എന്ന് പറഞ്ഞാട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി ഇതെന്നിൽ സംഭവിച്ചേ. ഇനി ആ വിഷയത്തിന്റെ നടുവിൽ ഒരു നിരാശയില്ല. വിട്ടുകളയണം. ഇന്ന് ചിലത് വിട്ടുകളയുക. ഇനി എൻ്റെ ലൈഫിൽ അത് ലേറ്റ് ആയതിൻ്റെ പിന്നിൽ നിരാശയില്ല. ഇനി ഞാൻ അന്ധനായി തുടർന്നതിൻ്റെ പിന്നിൽ ഒരു നിരാശയില്ല. നിങ്ങൾക്കത് മനസ്സിലാകണമെങ്കിൽ ആ കല്ലറയ്ക്കകത്തുനിന്ന് നാറ്റം വെച്ചവനോട് ചോദിക്കണം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നാറ്റം വെച്ചിരുന്നതല്ലെന്നോ ഇപ്പം എൻ്റെ അകത്ത് മഹത്വം ഓടിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത പഞ്ചായത്തിൽ പോലും എന്നെ അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെയും സൽമോൻ പാസ്റ്റർ പ്രസംഗിക്കുന്ന ലാസർ എനിക്കവനെ പരിചയപ്പെടുത്തിയത് ആ നാട്ടം വെച്ചെടുത്ത് നിന്ന് അവനെ പുറത്തിറക്കിയ ദൈവസാന്നിധ്യം. ഈ പകല് പരിശുദ്ധാത്മാവ് പറയുന്നു, എന്നോട് ശക്തമായി പറയുന്നു, നീ അനുഭവിച്ച ചില ആ അനുഭവങ്ങൾ അത് നിന്നെ ഇങ്ങനെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇത് എന്തിന് ഞാൻ സംഭവിച്ചു, എന്തിന് ഞാൻ ജീവിതത്തിലൂടെ പോയി, ഇന്ന് അതിനെ ക്യാൻസൽ ചെയ്യുക. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടിട്ട് ആത്മാവിൽ നിങ്ങൾ തന്നെ രൂപൻ ഒന്ന് ഫ്രണ്ടിൽ കയറിയിരുന്നേ. രൂപൻ ഒന്ന് ഇന്ന് ചില ശുശ്രൂഷ അവിടെ ഇരുന്നു. അടുത്തിരിക്കുന്ന ആളുടെ കരത്തിൽ ഒന്ന് പിടിച്ചിട്ട് ആത്മാവിൽ നിങ്ങൾ തന്നെ ഒന്ന് ക്യാൻസൽ ചെയ്തത്.
അച്ഛാ നല്ല അഭിഷേകമുള്ള ആളാ, നല്ല അഭിഷേകമുള്ള ആളാ. അവൻ ശക്തിയായിട്ട് പറഞ്ഞു ഹല്ലേലൂയ, പറഞ്ഞേ ആത്മാവിൽ പറഞ്ഞേ ഹല്ലേലൂയ. ചിലത് പിറകോട്ട് വലിച്ച ചില പ്രശ്നങ്ങൾ മനസ്സിന്റെ കോണുകൾക്കകത്ത് വെളിപ്പെട്ട് കിടക്കുന്നതിനെ ഞങ്ങൾ ഇന്ന് റിബ്യൂക്ക് ചെയ്യുന്നു. പഴയതിന്റെ പിന്തുടർച്ചകൾ സംഭവിക്കാത്ത രീതിയിൽ ദൈവം ചിലതിനെ എടുത്തു മാറ്റുകയാണ്. ഇനി ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില കോളുകൾ നിങ്ങൾക്ക് വരും കേട്ടോ. വേണ്ടവർ മാത്രം എടുത്താൽ മതി. അൺഎക്സ്പെക്റ്റഡ് ആയ ചിലര് നിന്നെ നേക്കി കയറി വരും. അൺഎക്സ്പെക്റ്റഡ് ആയി ചിലര് നിന്നെ പ്രതീക്ഷിച്ചു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ചോർക്കും എങ്ങനെയായത്? ഹല്ലേലൂയ. നീ പറയും ഇത് അത്ഭുതത്തിന്റെ പകലിനുണ്ടാ. ഹല്ലേലൂയ. വളരെ ശ്രദ്ധയോടെ ഇരിക്കുക, ഇച്ചിരി ആഴത്തിൽ അതിനകത്തേക്ക് ഇറങ്ങുകയാണ്. ഹല്ലേലൂയ. ഈ പകൽ എന്ന് പറയുന്നത് ഹല്ലേലൂയ 12 മണിക്കൂറല്ല. ഒന്ന് പറഞ്ഞേ, 12 മണിക്കൂറല്ല. ആമേൻ. പകല് 12 മണിക്കൂറാണല്ലോ ഓൾമോസ്റ്റ്. ചിലയിടത്തൊക്കെ 7-8 മണിക്കൂറൊക്കെ കിട്ടത്തുള്ളൂ, കാരണം അത് തിരിഞ്ഞൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ്. പക്ഷെ നല്ല രീതിയിൽ നമ്മൾ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് 12 മണിക്കൂർ ഉണ്ടെന്നാ തോന്നുന്നത്. ഇല്ലെങ്കിൽ ഒരു 8, 9, 10 മണിക്കൂറേലും കിട്ടും. ഹല്ലേലൂയ. ഇതൊരു 12 മണിക്കൂറല്ല, ഇതൊരു ടൈം ഓഫ് പീരീഡ് ആണ്. ഈ പകൽ എന്ന് പറയുന്നത് ദ ടൈം ഓഫ് പീരീഡ് ആണ്. ഹല്ലേലൂയ. ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലാണ്. ഈ പറയുന്ന ഇവിടെ നിൽക്കുന്ന ഈ പകലിനെ കുറിച്ച് പറയുന്നത്. ഹല്ലേലൂയ. യേശുക്രിസ്തു ആ സമയം അടുക്കും തോറും യേശുക്രിസ്തു അതിനെ നോക്കി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. തൻ്റെ അമ്മ തന്നെ നിർബന്ധിച്ചപ്പോൾ അമ്മയോട് യേശു പറഞ്ഞ കാര്യം, നാഴിക ഇതുവരെ വന്നിട്ടില്ല, എൻ്റെ നാഴിക ആയിട്ടില്ല. ആമേൻ. എന്തോ ഒന്ന് തുടങ്ങാൻ വേണ്ടി ദൈവം ഒരു ടൈം കുറിച്ചിട്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഹല്ലേലൂയ. ആ സമയത്തിനകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് തിരിച്ചറിവോടെ നിൽക്കണം. ഞാനിത് പറയുന്നതിന് മുമ്പ് തന്നെ ആ മിസ്റ്ററികളെന്ന് തുറന്നിടുക. ഇനി അറിയാതെ പറഞ്ഞ് ആർക്കെങ്കിലും മനസ്സിലാകാതെ പോയാലോ, അങ്ങനെ ചിലത് സംഭവിക്കുന്നുള്ളതുകൊണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ആ സമയത്തിനകത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന, പ്രതീക്ഷിക്കാൻ പറ്റുന്ന വകകളുണ്ട്. എന്തിനാണ് പത്രോസ് പോയി കടലിൽ വീശുന്നത്? എനിക്ക് പത്രോസിന് അറിയാം ഇതിനകത്ത് മത്സ്യം ഉണ്ടെന്ന്. ഹല്ലേലൂയ. വീണ്ടും വീശി തളർന്നിട്ടും യേശുവിന്റെ വാക്കിന് വീണ്ടും വല ഇറക്കുന്ന തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളത്. ഒന്ന് പറഞ്ഞാട്ടെ കൈ ഉയർത്തി. നിങ്ങൾക്ക് കാര്യം പിടിയിട്ടില്ല, ഇപ്പൊ പിടികിട്ടും. ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ഉണ്ട്. എവിടെയുണ്ട്? ഈ സമുദ്രത്തിൽ ഉണ്ട്. ഹല്ലേലൂയ. മുണ്ടക്കയത്ത് ഉണ്ട്. നിനക്കുള്ളത് ഇവിടെ ഉണ്ട്. ആമേൻ. സോ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, പ്രതീക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പകലാണിത്. 1-2 വട്ടം പറഞ്ഞ് പകൽ. 12 മണിക്കൂറല്ല കേട്ടോ അത്. പകൽ. നീ ആ പകലിന്റെ ആളാണ്. ആ പകലിനകത്താണ് നീ നിൽക്കുന്നത്. ആ പകലിനകത്താണ് ദൈവം കൊണ്ട് നിൽക്കുന്നത്. ഹല്ലേലൂയ. അല്പം കൂടെ പുറകോട്ട് പോവാം. ഞാൻ ചിലത് കട്ട് ചെയ്ത് വരുന്നത് ഞാൻ പോകും. ദൈവം 1-ാമത്തെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിനകത്തേക്ക് നമുക്ക് പോകും. ദൈവം വെളിച്ചത്തെ സൃഷ്ടിച്ചു. Genesis chapter 2 and 3. 1 verse 2. ഞാൻ ഇതിപ്പോ പറയണമെന്ന് വിചാരിച്ചല്ല, നിങ്ങൾ ആർക്കോ വചനം കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് കർത്താവ് പറയിപ്പിക്കുക. 3-ാം വാക്യം ഇങ്ങനെയാണ്, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം. ഒന്ന് പറഞ്ഞ, എല്ലാരും പറഞ്ഞേ. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചത്തെയും ഇരുളും തമ്മിൽ വേർതിരിച്ചു. ദൈവം വെളിച്ചത്തിന് വായിക്കും, നന്നായി വായിക്കും. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി. അത് മതി, നമുക്ക് രാത്രി പ്രസംഗിക്കുന്നില്ല. ദൈവം വെളിച്ചത്തിന് പകലെന്നും. നിങ്ങൾക്ക് ഈ വെളിച്ചം എന്നാന്ന് അറിയാം, അതുകൊണ്ടാണ് നിങ്ങൾ മിണ്ടായിരിക്കുന്നത്. ഞാൻ ആ വെളിച്ചത്തെ കുറിച്ചല്ല പറയുന്നത്.
ഞാൻ പറയുന്ന വെളിച്ചം വേറെയാ. ആമേൻ, ഹല്ലേലൂയ. ദൈവം വെളിച്ചത്തിന് പേരിട്ടു. അപ്പൊ ആരാ പേരിട്ടെ? പകലെന്ന് പേരിട്ടാരാ? അതമല്ല, ഹല്ലേലൂയ. പകലെന്ന് പേരിട്ടത് ദൈവമാണ്. ഇനി ഏതാണ് ആ വെളിച്ചം? സൂര്യൻ? നോ. 4-ാം ദിവസത്തിലേക്ക് വരാൻ നേരത്ത് സൂര്യനെ വേറെ ഉണ്ടാക്കുന്നുണ്ട് അവിടെ. അപ്പം അത് വെളിച്ചം വേറെയാണ്. ആ വെളിച്ചം വന്നപ്പോഴാണ് പകലുണ്ടായത്. ആ വെളിച്ചത്തിന്റെ ആ വെട്ടത്തിനാണ് പകലെന്ന് പേരിട്ടെ. ഓ, മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഞാൻ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയാം. ആദിയിൽ ഹല്ലേലൂയ വചനം ഉണ്ടായിരുന്നു. വചനം പറ വചനത്തിൽ പറ. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ദൈവത്തോടു കൂടിയായിരുന്നു. വചനം ദൈവമായിരുന്നു. ആയിരുന്നു. എടുത്തു വായിക്കേ. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി. സകലതും അവിടെ പറയുന്ന അവൻ എന്ന പദത്തെ ഞാൻ കൊണ്ടുവരുന്നു. ആമേൻ. ആ വചനത്തിന് കൊടുത്തേക്കുന്ന പേരെന്തുവാണ്? അവൻ. അപ്പൊ ആരാണത്? ആരാണത്? അവൻ ആരാ? സകലതും അവൻ മുഖാന്തരം ഉളവായി. ഒന്ന് പറഞ്ഞാട്ടെ. ഇത് പറയുമ്പോ നിങ്ങൾ അവൻ പറയണം. ഇനി ആ വാക്യം എനിക്ക് അവിടെ കൊണ്ട് നിർത്താൻ താല്പര്യമില്ല. പ്രസംഗം അല്ലെങ്കിൽ എന്റെ വിഷയം അതല്ലെങ്കിൽ ഒന്നുകൂടെ ഞാൻ ചേർത്ത് പറയാം. ഹല്ലേലൂയ. ഈ പദം ഒന്നും തീരുന്ന പദങ്ങളല്ല, പക്ഷെ ചിലയിടത്ത് പൂരിപ്പിക്കാതെ എഴുതിയിരിക്കുക. ഞാൻ ഒന്ന് പൂരിപ്പിച്ച് പുതിയ നിയമത്തിലെ വാക്യം ഒന്നുകൂടെ പറയാം. സകലതും അവൻ മുഖാന്തരവും അവനായിട്ടും. ഓക്കെ, ഹല്ലേലൂയ. നമ്മളും കൂടെ കൂടിച്ചേർന്ന് വരാൻ നേരത്ത് അവൻ മുഖാന്തരം എന്ന് പറയത്തില്ല, അവനായിട്ട് എന്നാ പറയുന്നത്. മെസ്സേജ് വേറെ ആയതുകൊണ്ട് ഇതൊന്നും ഞാൻ എടുത്ത് പറയാത്തത്. പക്ഷെ ഇന്ന് പകല് ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി പറയുന്നു, നിങ്ങൾ അവന്റെ വകയാണ്. നിങ്ങൾ മറ്റുള്ളവന്റെ വകയല്ല. ഞാനിത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, മറ്റുള്ളവന്റെ വകയാക്കി നിന്നെ അതിനകത്ത് കുഴിച്ചിട്ട അടുത്ത് നിന്ന് നിന്നെ ഉയർപ്പിച്ച് ജീവനോടെ നിർത്താൻ പറ്റുന്ന രീതിയിൽ ദൈവം ഇന്ന് പകല് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ആമേൻ. സൗണ്ട് ഇല്ല, കേറി വരണം. ഹല്ലേലൂയ. ഈ പകലിനെ കുറിച്ച് ഒന്നുകൂടെ നമ്മൾ ആഴമായി ചിന്തിക്കാൻ പോവാ. അപ്പൊ നമുക്ക് ആ താഴോട്ട് വരുമ്പം നമുക്ക് കാര്യങ്ങളെ അല്പം കൂടെ മനസ്സിലാക്കാൻ പറ്റും. ദൈവമാണ് പേരിട്ടത്, പകലെന്ന് പേരിട്ടത്. നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് നന്നായിട്ട് താഴോട്ട് വായിക്കാൻ നേരത്ത് നമ്മൾ വായിച്ചു വെക്കുന്ന ദൈവം, അവിടെ പറയുന്ന അവൻ എന്ന് പറയുന്ന വേടാണ്, യേശുക്രിസ്തുവാണ്. ആരാണ്? അവൻ മുഖാന്തരം അവനായിട്ടുമാണ്. അതാരാണ്? പുതിയ നിയമത്തിലേക്ക് പോകുമ്പോൾ കൃത്യമാക്കിയുണ്ട്. അതാരാണ്? യേശുക്രിസ്തുവാണ്. താഴോട്ട് വരുമ്പോൾ അവൻ വെളിച്ചത്തെ ഉണ്ടാക്കി എന്നൊരു പദം അടക്കുന്നത്. എന്തുവാ? വെളിച്ചത്തെ. ഈ ഭാഗം കേട്ടാലേ അടുത്ത ഭാഗത്തേക്ക് പോകാൻ പറ്റുള്ളൂ, കേൾക്കാതെ പോകരുത്. ഞാൻ പല മെസ്സേജും ഇങ്ങനെ സ്കിപ്പ് ചെയ്യുന്ന കാര്യം നിങ്ങൾ പലതും കേൾക്കുന്നില്ല. ഇന്ന് പകൽ നല്ലൊരു അന്തരീക്ഷമുണ്ട്, കേൾക്കണം നന്നായിട്ട്. അവിടെ പറയുന്നത് വെളിച്ചം ഉണ്ടാകട്ടെ. 1-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ വെളിച്ചം. ഇവിടെ വായിക്കാൻ നേരത്ത് യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുമ്പം ആ വെളിച്ചത്തെക്കുറിച്ച് പറയുന്നത് യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലെ അനുഭവങ്ങളാണ്. അവിടെ ആ വെളിച്ചത്തെക്കുറിച്ച് പറഞ്ഞു വരുന്നത്. അതിന് മുമ്പിലത്തെ കാര്യങ്ങളില്ല. അവിടെ എഴുതപ്പെട്ടിരിക്കുന്ന അവൻ മുഖാന്തരം എന്ന് മാത്രം. അവൻ മുഖാന്തരം സകലം സൃഷ്ടിക്കപ്പെട്ടു എന്ന പദം അടക്കുന്നുള്ളൂ. അപ്പൊ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ സൃഷ്ടിയാണോ വെളിച്ചം എന്ന് നിങ്ങൾ ചിന്തിക്കും. ഈ ഒരു പദത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുക്രിസ്തുവിന്റെ ഇടപെടൽ എങ്ങനെയാണ് പൊതുവെ എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മോശയോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ആരാണ് എന്ന് ഇസ്രായേൽ ജനം ചോദിച്ചാൽ ഞാൻ അവരോട് പോയി എന്ത് പറയണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞ പദം ഞാൻ ആകുന്നവൻ. അത്ര മതി. ആ 2ാമത് പദത്തിൽ ഞാൻ ആകുന്നവനാ ഒന്ന് പറഞ്ഞാട്ടെ. അത് വാക്കിയായിട്ട് മാത്രം എടുക്കാതെ അവൻ ആകുന്നവനാണെന്ന് അടുത്തവന്റെ മുഖത്ത് നോക്കി പറ ഞാൻ ആകുന്നവനാണ്. ആമേൻ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പം ഇസ്രായേൽ ജനത്തിന്റെ ജീവിത ശൈലി നോക്ക്. അവൻ കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച പ്രസംഗിച്ച വാക്യത്തിനാണ് അവൻ അവരെ പിൻപറ്റിയ പാറ. ആരാണ്? ഞങ്ങൾ കുടിച്ച പാറ ആരാ? ഇസ്രായേൽ ജനത്തിന് വേണ്ടി മിസ്രൈമിൽ നിന്ന് കനാൻ ദേശം വരെയുള്ള യാത്ര അല്ല, അത് കഴിഞ്ഞുള്ള യാത്രയിൽ എന്തൊക്കെ ആകണമോ അതെല്ലാം ആര് മാറി?
നിന്റെ കർത്താവ് അങ്ങനെയാണ്. നിന്റെ എന്നൊക്കെ വേണോ അതായി അവൻ മാറും. ഓ, അതായി അവൻ മാറും. അതായി അവൻ മാറും. പുതിയ നിമിത്തിലേക്ക് വന്നാൽ ഞാൻ ഇങ്ങനെ പറയും, അവൻ ജീവന്റെ വെള്ളമാണ്, അവൻ ജീവന്റെ അപ്പമാണ്, അവൻ വഴിയാണ്, അവൻ വാതിലാണ്, അവൻ ജീവനാണ്, അവൻ ജീവിതമാണ്. ആമേൻ. ഇന്ന് പകല് യേശു നിന്റെ മുഖത്ത് നോക്കി പറയാണ്, നിനക്ക് ആവശ്യമുള്ളത് ഞാൻ തരാന്നല്ല, ഞാൻ അതായി മാറാൻ തയ്യാറാ. ഇതുപോലെ ഒരു കർത്താവിനെ നിങ്ങൾക്ക് പുറത്ത് അന്വേഷിച്ച കിട്ടത്തില്ല. വഴി അടഞ്ഞു നിൽക്കുന്നവരോട് പറയുന്നു, നിന്റെ മുമ്പിലെ വഴി യേശു ക്രിസ്തുവാണ്. ജീവിതം വഴിമുട്ടി നിൽക്കുന്ന നിന്നെ നോക്കി പറയുന്നു, ഹല്ലേലൂയ, ഞാൻ നിന്റെ ജീവിതമായി മാറും. ഞാൻ അടഞ്ഞ് നാറ്റം വെച്ചിരിക്കുന്ന ലാസറിനെ നോക്കി ജീവിച്ചിരുന്നപ്പോഴേ പറഞ്ഞു, ഞാൻ ജീവനും പുനരുദ്ധാനവുമാണ്. ഇപ്പൊ യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഹല്ലേലൂയ, ഞാൻ ആകുന്നവനെന്ന് പറഞ്ഞ് ഞാൻ ആയി മാറാം. ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും, അവിടെ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞതും അവൻ മുഖാന്തരം സകലതും സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അവൻ വെറും സൃഷ്ടിയല്ല, അവൻ ആ സൃഷ്ടിയായി മാറാൻ കഴിയുന്നവനായി. ഇന്ന് പകലെ ഇരുളേറിയ മേഖലയ്ക്കകത്തേക്ക് ആ വെളിച്ചം ശക്തമായി വെളിപ്പെടുകയാണ്. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ചില കുടുംബങ്ങൾക്കകത്ത് ഇരുട്ടുകൾ ഇപ്പോൾ മാറും. ഇത് വേടവിസ്തത്തിൽ എന്ന് പറയുന്ന കേട്ടോ, ഇത് നീ ഏറ്റെടുത്താൽ നിന്റെ വീട്ടിനകത്ത് ഇരുള് മാറും. നിന്റെ മനസ്സിനകത്ത് ചില ഏടുകൾക്കകത്ത് കിടക്കുന്ന കറുത്ത അധ്യായങ്ങളെ വെളുപ്പിക്കാൻ മതിയായവൻ, ആയവൻ, ആകുന്നവൻ ആണ് അവൻ. യഹോവ എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചിട്ടുണ്ട്, ഇടയാക്കുവാൻ കഴിയുന്നവൻ. ആമേൻ, ആമേൻ. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ടോ നിന്റെ കുടുംബത്തിനകത്ത് അവൻ ഇറങ്ങാൻ പോവുക? നിന്റെ എന്നോട് പരിശുദ്ധാത്മാവ് രണ്ട് രീതിയിലുള്ള ആശയം പറഞ്ഞു. ഒന്ന്, നിന്റെ മനസ്സിനകത്തെ ആ ഇരുള ഇന്ന് രാവിലെ പൊട്ടിക്കും. ഈരുളാൻ പൊട്ടിക്കും. ഹല്ലേലൂയ. നിനക്ക് ദൈവത്തിലേക്ക് കൈനീട്ടാൻ പറ്റാത്ത രീതിയിൽ, ആത്മാവിലേക്ക് ചലിക്കാൻ കഴിയാത്ത രീതിയിൽ, ഒരു രൂപാന്തരത്തിലേക്ക് കഴിയാത്ത അവസ്ഥയെ കർത്താവ് ഇന്ന് രാവിലെ വെളുപ്പിക്കുക. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോഴേ ചെയ്ത ആദ്യത്തെ ശുശ്രൂഷ ഇരുളിനെ മാറ്റി. അതാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിനകത്ത് കിടക്കുന്ന വെളിച്ചം. അവനിൽ ജീവനുണ്ടായിരുന്നു, അവൻ ഇരുളിനെ വായിച്ച് എനിക്ക് കിട്ടുന്നില്ല. അവൻ മനുഷ്യർക്ക് വെളിച്ചമായി. ഇന്ന് പകൽ കൈ ഉയർത്തിയൊന്ന് പിടിച്ച്, ഇതെല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റത്തില്ല, പക്ഷെ ഞാനിവിടെ കൈ ഉയർത്തി പിടിക്കാം, അപ്പൊ കുഴപ്പമില്ലല്ലോ. ആമേൻ. നിന്റെ ആ മനസ്സിനകത്ത് ഇരുണ്ട് കിടക്കുന്ന അറകൾക്കകത്ത് സാത്താന് പ്രവർത്തിക്കാനുള്ള സകല അവസ്ഥകളും ഈ പകല് മാറത്തക്ക രീതിയിലുള്ള വെളിച്ചം അവിടെ അടിക്കും. ഈ ശുശ്രൂഷകൾക്കകത്ത് ഏറ്റവും വിലപ്പെട്ട ഒരു സമയമാണിത്. ഹല്ലേലൂയ. ഓൺലൈനിൽ കാണുന്നവരോട് ഞാൻ ആത്മാവിൽ പറയുന്നു, ഹല്ലേലൂയ, ദൈവത്തിന് അവകാശം ഇല്ലാതെയാക്കി നിന്റെ മനസ്സിനകത്ത് നീ സാത്താന് കൈകൊടുത്ത ആ മനസ്സിന്റെ ഇരുളുമയുടെ മേൽ വെളിച്ചത്തിന്റെ കൂട്ടായ്മയായിരിക്കാൻ ഈ പകല് പരിശുദ്ധാത്മാവ് കരം കൊടുക്കുകയാണ്. അവനൊരു രൂപാന്തരത്തിനകത്തേക്ക് ഈ പകൽ നിന്നെ കൊണ്ടുവരുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ മേഖലയ്ക്കകത്തേക്ക് വെളിച്ചം വ്യാപരിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും തുറന്ന് പറയാൻ കാരണമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിശ്വാസമുള്ള ഇതിനകത്തുള്ള ആരോടെങ്കിലും പോയി പറഞ്ഞ് അതിനകത്ത് ആമേൻ പറഞ്ഞോണം. ആമേൻ പറഞ്ഞോണം. ഇത് കുമ്പസാരമല്ല, ആ ഇരുളിന്റെ മേഖലയ്ക്കകത്ത് വിടുതലുണ്ടാകും. എന്നാന്നറിയോ, റിങ്കുവിന്റെ എന്തെങ്കിലും താനം ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ വീടിന്ന് ഇറങ്ങിപ്പോ വാസ്തവേ എന്ന് റിങ്കു, ഞാൻ എത്ര കണ്ണടച്ചിട്ട് പോയാലും റിങ്കു പറയും. റിങ്കു വിളിക്കും എന്നെ, എന്താ അത് ആറ സാധന, അതാ കുഴപ്പം, അതാ പ്രശ്നം. നമ്മൾ എത്ര തുള്ളിട്ടും കാര്യമില്ല, താത്താനെ എന്തെങ്കിലും നമ്മൾ മനസ്സിനകത്തിട്ട് പൂട്ടി വെച്ചിട്ട്. ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായോ? വെളിച്ചത്തോട്ട് കൂട്ടായ്മ ഉണ്ടാണ്. എല്ലാ ഡോറുകളും ഇന്ന് തുറക്കണം. നിന്റെ ശരീരത്തിന്റെ ചില പാർട്ടുകൾ സൗഖ്യമാകാത്തതിന്റെ പിന്നിലെ കാര്യം ഇതാണ്.
ഏതാ എന്തോ വെച്ചേക്കുകയാണ്. ഇന്ന് പകല് ആത്മാവിൽ അതിനെ പുറത്തിറക്കാൻ പറ്റുന്ന വെളിച്ചം ഇതിനകത്തുണ്ട്. ആമേൻ, ആമേൻ. അതുകൊണ്ട് ആ യോഹന്നാന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. ഒന്ന് പറഞ്ഞേ, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. ഇരുട്ടെന്ന് പറഞ്ഞ ഒന്നുമില്ലായ്മയാണ് അല്ലേ? ഇരുട്ടെന്ന് പറഞ്ഞ നിന്നെ ഒന്നും ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇരുട്ട് ശ്രമിക്കുന്നത്. നിന്നെ എന്തെങ്കിലും ആക്കാൻ വേണ്ടിയാണ് കർത്താവിന്റെ ഇടപെടൽ. ആമേൻ. ഇന്ന് പകൽ ഇരുളിനെ പൊട്ടിക്കാൻ വെളിച്ചം വന്നു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽ ആ വെളിച്ചം വന്നപ്പോഴേ തിരിച്ചറിയണം നിന്റെ അകത്ത് ദൈവപ്രവർത്തികൾ സംഭവിച്ചു തുടങ്ങുക. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരാം. ഈ പകലിന്റെ ആരംഭം യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ തുടങ്ങുന്ന സമയമാണ്. ആ സമയത്തെക്കുറിച്ച് യേശുക്രിസ്തു പറയുന്നത് എൻ്റെ നാഴിക പല പ്രാവശ്യങ്ങളിലായിട്ട് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. പല പ്രാവശ്യങ്ങളായിട്ട് എൻ്റെ നാഴിക ഇത് വന്നിട്ടില്ല. പക്ഷേ തൻ്റെ 3.5 വർഷത്തെ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞ ആശയം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈച്ച് ആൻഡ് എവരി വേർഡ്, എല്ലാ വേർഡും എൻ്റെ ഫുട് നോട്ട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പകല് സാധാരണ ഒരു പകലല്ല. ഈ പകലിനോട് ചേർന്ന് മറ്റൊരു പകലൂടെ കയറുക. ദൈവപ്രവൃത്തിയുടെ പകൽ. ദൈവപ്രവൃത്തിയുടെ സോ 1-2 ചോദ്യങ്ങളിലൂടെ മുന്നോട്ട് പോകും. ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുമെന്ന് എത്ര പേര് വിശ്വസിക്കും? ആമേൻ, ആമേൻ. മനുഷ്യനല്ല, ദൈവം പ്രവർത്തിക്കുന്ന എത്ര പേര് വിശ്വസിക്കും? അയച്ചാൻ്റെ വൈഫ് വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നോ? ദൈവം ഒന്ന് അനങ്ങി എണീറ്റല്ല, എണീക്ക്. ദൈവം പ്രവർത്തിക്കുന്നു വിശ്വസിക്കുന്നോ? അവിടെ പ്രവർത്തിക്കും. പാസ്റ്റർ പ്രവർത്തിക്കുന്നല്ല, ദൈവം പ്രവർത്തിക്കുന്നു വിശ്വസിക്കുന്നോ? ഒന്നുകൂടെ ചോദിക്കുന്നത്, പത്രോസിനോടൊക്കെ ചോദിച്ചു വരാം, 3 വട്ടം ചോദിക്കുക, ദൈവം പ്രവർത്തിക്കുന്നു വിശ്വസിക്കുന്നോ? സോ എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഏതൊക്കെയോ മേഖലകൾ ഇരുളായി കിടക്കുക, ആ ഇരുള് കർത്താവ് മാറ്റുകയാണ്. ഇരുട്ടിനിക്കയറ്റരുത്. ഈ മനുഷ്യനോട് ഞാൻ ഈ മനുഷ്യനെ പൊക്കിക്കൊണ്ട് വരണമെന്ന് ആഗ്രഹിച്ചല്ല. ചിലരെ പൊക്കാൻ നേരത്ത് ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരും കർത്താവ്. ആര് പാപം ചെയ്തിട്ടാ ഈ മനുഷ്യന്? ചോദ്യം അല്ലേ? എന്നിട്ട് അവസാനം യേശു പറയും, ഇനി പാപം ചെയ്യരുത്. അവരോട് എന്നാ പറഞ്ഞേ? പാപമൊന്നുമല്ല, ഇത് കർത്താവിന്റെ ഇടപെടാം. നിന്റെ മേൽ കുറ്റം ഉണ്ടെന്ന് പറഞ്ഞാലും നീ കുറ്റക്കാരനാണെന്ന് യേശു സമ്മതിച്ചു തരില്ല. നിങ്ങൾ കേട്ട ആശയങ്ങൾ മൊത്തം വേറെ ആയിരിക്കും, പക്ഷെ ഇത് വേറെയാ. ഞാൻ ബൈബിളിനകത്തെ പുതിയ നിയമ വെളിപ്പാടിൽ നിന്നാ പറഞ്ഞേ അല്ലേ? ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതൊന്ന് തുറന്നതാണ്. ഞാനിത് വെളിപ്പാടിലേക്ക് പോകാം. അതിന് മാനോട് പറയുന്നു, ഈ നിങ്ങളുടെ ലൈഫിനകത്ത് ഇരുണ്ട ചില മേഖലകളുണ്ട്, ഇരുണ്ട മേഖലകൾ. അതുകൊണ്ട് ആ വാക്കുകളും ചിന്തകളും ഇപ്പം നമ്മൾ ക്യാൻസൽ ചെയ്ത ഭാഗമാണ്. എല്ലാവരും ഒന്ന് കൈവത്തി പറഞ്ഞാട്ടെ. ആ കുടുംബത്തിന്റെ മേലൊരു വലിയ തുറന്ന് അച്ഛൻ കറക്റ്റാണ്. രാവിലെ അയച്ചാനെ തൊട്ട് ഒന്ന് എഴുന്നേറ്റിരുന്നു. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ലൈഫിനകത്തൊരു പുതിയ അധ്യായങ്ങൾ തുറക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. വീടിനകത്ത് കുടുംബ പ്രാർത്ഥന ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മ പറയുന്നു. എനിക്കറിയില്ല ഉണ്ടോ ഇല്ലെന്ന് പോലും എനിക്കറിയത്തില്ല. ആരും പ്രയാസപ്പെടേണ്ട. ഇന്ന് പകല് പരിശുദ്ധാത്മ പറയുന്നു, ഹല്ലേലൂയ, ഇന്ന് പകല് നിങ്ങളുടെ അകത്തേക്ക് കർത്താവ് ഒരു പുതിയ കരയിടുകയാണ്. ചില ഇരുള് കർത്താവ് മാറ്റി അതിനകത്തേക്ക് വെളിച്ചമിട്ട്, ഹല്ലേലൂയ, ഏതോ അടഞ്ഞുകട നിങ്ങളെ കുറെ നാളുകളായി ചിന്തിപ്പിക്കുന്ന ചില പ്രശ്നങ്ങൾ അതിവേഗത്തിൽ ദൈവം പരിഹാരം വരുത്താൻ പോവുക. ആ പ്രോപ്പർട്ടി ആയിട്ടുള്ള വിഷയം, നിങ്ങളുടെ ഏതൊക്കെയോ പ്രോപ്പർട്ടി ആയിട്ടുള്ള വിഷയം എനിക്കറിയത്തില്ല, അതൊക്കെ ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മ പറയുന്നു. പക്ഷേ യു ഷുഡ് ആക്ട്. നിങ്ങൾ ആക്ട് ചെയ്യാൻ തയ്യാറാകുക. അഭിനയിക്കാനല്ല, പ്രവർത്തിക്കാൻ. പ്രവർത്തിക്കാൻ ഒരുവൻ ഇറങ്ങി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളും പ്രവർത്തിക്കാൻ തയ്യാറാകുക. ഹല്ലേലൂയ. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. ഹല്ലേലൂയ. ആ പദ്ധതിയിലേക്ക് നടത്താത്ത ഇരുളുകൾ നിങ്ങളെ ചുറ്റിപ്പറ്റുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ സഭയായി ഞങ്ങൾ അതിനെ ക്യാൻസൽ ചെയ്യുന്നു. ആമേൻ. സഭ കൈ ഉയർത്തി ആമേൻ പറഞ്ഞേ. നിങ്ങൾ കുടുംബമായിട്ട് മക്കളെ നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിങ്ങളോട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിനെ സ്വീകരിക്കുന്നു. ഓക്കെ, ഇരുന്നോ. വെളിച്ചം കയറി വരുമ്പോ ഇരുട്ടിനിരിക്കാൻ പറ്റത്തില്ല.
ഇവരെ എഴുന്നേപ്പിച്ചുകൊണ്ട് മറ്റേ ആരെ എഴുന്നേപ്പ് എനിക്ക് വീടുമായിട്ട് ഇച്ചിരി മുന്നോട്ട് പോകാനുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. വെളിച്ച കയറി വന്നാൽ ഇരുളിന് ഇരിക്കാൻ പറ്റത്തില്ല. സിമ്പിൾ ലോജിക്. നമ്മൾ ശാസ്ത്രം പഠിച്ചാൽ ഇതാ, വെളിച്ചം വന്നാൽ പിന്നെ എത്ര പേർക്ക് വിശ്വസിക്കാം? ഇരുട്ടെന്ന് പറഞ്ഞാൽ ആർക്കും പ്രവർത്തിക്കാൻ പറ്റാത്ത സമയമാണ്. ആർക്കും. ഇവിടെ വെളിച്ചം എന്ന് പറയുന്നത് കർത്താവ് അയച്ചവന്റെ പ്രവൃത്തി തുടർമാനമായി ചെയ്യുന്ന സമയമാണ്. ഞാനിവിടെ എഴുതിയ ഒരു എഴുത്തുണ്ട്, ഞാനത് വായിക്കാം. ഇന്നലെ രാത്രി എൻ്റെ ചെവിക്കകത്തോടെ ദൈവശബ്ദം ഇങ്ങനെ നന്നായി കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എഴുതിയ ഒരു ഭാഗമുണ്ട്. ഈ ആദാം മുതൽ ആദാം ദൈവത്തിന്റെ മകനാ അല്ലേ? ആദാം മുതൽ യേശുക്രിസ്തു വരെയുള്ള സമയത്തിനകത്ത് ദൈവ ഇഷ്ടം നിവർത്തിക്കാൻ കഴിയാതെ, ദൈവിക താല്പര്യങ്ങൾ നിവർത്തിക്കാൻ കഴിയാതെ, ദൈവത്തെ ആ പിതാവിനെ മനസ്സിലാക്കാൻ കഴിയാത്ത പുത്രന്മാരുടെ തലമുറകളാണ്. പക്ഷെ ഈ പകലെന്ന് പറയുന്നത് ദൈവഹിതം നിവർത്തിക്കുന്ന പുത്രന്മാരുടെ സമയങ്ങളാണ്. ചിലർക്ക് കത്തിയില്ല, അതാ കുഴപ്പം. ചിലർക്ക് വെളിച്ചം വീണില്ല, അതാ. ആർക്ക് വന്നവർക്കാ സ്തോത്രം. ഞാൻ പുത്രൻ എന്നല്ല പറഞ്ഞ്, പുത്രന്മാരുടെ. നീ ആ പുത്രനാണെങ്കിൽ നിന്റെ പകലാണിത്. ദൈവപുത്രന്മാർക്ക് പ്രവർത്തിക്കാൻ ദൈവം സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന സമയ പീരീഡ് പകൽ എന്ന് വിളിക്കുന്നു. യേശുവിന്റെ കാലഘട്ടത്തിലാണ് തുടങ്ങിയത്. ഒന്നാമത്തെ ശുശ്രൂഷ അടയാളങ്ങളുടെ ആരംഭമായി കാനാവിലാണ് തുടങ്ങിയത്. ഞാൻ ആ ഭാഗം പറഞ്ഞ് ഇന്നത്തെ ഭാഗം നിർത്താം. ഒത്തിരി എനിക്ക് പറയാനുണ്ട്, അവിടെ ആകുമ്പം സമയം തീരും. ഹല്ലേലൂയ. യേശു അവിടെ വന്നിട്ട് ചെയ്യുന്നത് എന്താണ്? യേശു വന്നിട്ട് എന്താ ചെയ്യുന്നത്? യേശു വന്നപ്പോൾ യേശുവിന് ക്ഷണനം ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. യേശു അവിടെ വന്നപ്പോൾ യേശുവിന്റെ അമ്മ വന്ന് പറയുന്നു, വീഞ്ഞ് പോരാതെ നിങ്ങളൊന്ന് പ്രതികരിച്ചേ. വീഞ്ഞ് ഞാൻ ഒരു ഡസൻ കണക്കിന് ദൈവശബ്ദം അകത്ത് നിറച്ചു വെച്ചിട്ടാണ് നിൽക്കുന്നത്. എനിക്കത് വീട് പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിക്കാൻ പറ്റത്തില്ല. അതിനുള്ള അറ്റ്മോസ്ഫിയർ എനിക്ക് വേണം. ആമേൻ. ഹല്ലേലൂയ. ഈ കല്യാണ വീട്ടിലേക്ക് യേശു വരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഒരുക്കി വെച്ച വീഞ്ഞ് തീർന്നു പോയി എന്ന് പറഞ്ഞ, ഒരുക്കി വെച്ച വീഞ്ഞ്, അതിനകത്ത് തന്നെ ദൂത് കിടപ്പുണ്ട്. ഒരുക്കി വെച്ച തീർന്നെങ്കിൽ നിനക്കായി പുതിയത് വെളിപ്പെടാൻ പോവാ. അതിന് നന്നായി ആസ്വദിക്കും. ഒരുക്കി വെച്ചത് തീർന്നു പോയെങ്കിൽ ദൈവം ഒരുക്കിയത് നിന്നിലേക്ക് തുടങ്ങാൻ പോവാ. ഞാൻ ഒരു ദൂത്, നല്ല കട്ടിയുള്ള ദൂത് പിടിക്കാൻ പറയാ. കയറി പിടിക്കാൻ പറ്റുന്നവരെ കയറി പിടിച്ചോണം. ഈ ജോലിയിൽ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് സ്ട്രഗിൾ അനുഭവിക്കുന്ന എല്ലാവരോടുമായിട്ട് ആത്മാവിൽ പറയുന്നു, നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതൊന്ന് പുറത്തു വരാൻ പോവാ. ഇനി നീ രോഗിയായിരിക്കാം, ജോലി സംബന്ധമായ പ്രശ്നമായിരിക്കാം, എന്തായിരുന്നാലും നിന്റെ കയ്യിൽ വന്നത് തട്ടിത്തെറിപ്പിച്ച് ഒരു സ്ഥലത്തേക്ക് മാറ്റിയെങ്കിൽ പരിശുദ്ധാത്മ പറയുന്നു, ദൈവം മെനഞ്ഞിട്ട ഒരു പ്ലാറ്റ്ഫോം യേശുവിന്റെ നാമത്തിൽ സഭ മുഴുവൻ ഏറ്റെടുക്കണം. ആമേൻ. ഹല്ലേലൂയ. നിന്റെ അധ്വാനം അല്ല അതിന്റെ പിറകെ വരുന്നത്, നിന്റെ ജോലി ഉള്ള ക്വാളിഫിക്കേഷൻ അല്ല, ഹല്ലേലൂയ, നിന്റെ ബന്ധങ്ങളല്ല. ദൈവം ഒരുക്കിയത് ഒന്ന് കയറി വരാൻ പോകുന്നു. ഞാൻ അതിനെ അങ്ങനെ വിടുന്നില്ല. ഇത് നിങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. അതിന്റെ ദശാംശം നിങ്ങൾ എനിക്ക് തന്നെ തരണം.
ഞാൻ ആത്മാവിൽ പറയാണ്, അതൊരു നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാണ്. ഹല്ലേലൂയ. ഒന്ന് ആരെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ആര് ഇതിനകത്ത് ഒത്തിരി പേരുണ്ടെന്ന് അറിയാം. എണീറ്റ് നിന്നവരല്ല, അവരെന്ന് എണീറ്റ് നിന്നേ അങ്ങനെയുള്ളവര്. ഞാൻ ഓരോരുത്തരെ പേര് വിളിക്കാം. രാഴ്ച എഴുന്നേക്ക്, ജോസ് എഴുന്നേക്ക്, എഴുന്നേക്ക്. രായ്ക്കൊന്നും യാതൊരു പ്രശ്നമില്ലായിരുന്നു. അയ്യാ ആളുണ്ടായിരുന്നു. പരിശുദ്ധാത്മ പ്രവചിക്കുന്നല്ല, അത് ഞാൻ പിന്നീട് പറയാം. ഇത് മനസ്സാ. നിങ്ങൾക്കൊരു തൃപ്തി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് തൃപ്തി ഇല്ലാതെയാണ് എഴുന്നേറ്റ് നിന്നോണോ? എന്നെക്കുറിച്ച് കർത്താവ് ഇട്ടത് അതല്ല. ഞാൻ അതിലേക്ക് സഹതാ ഒന്ന് എണീറ്റ് നിൽക്കാവോ? പുള്ളി അവിടെ ഭയങ്കര സേഫ് ആയിരുന്നു തോന്നുന്നു. എന്നോട് പറയാം, പെയിന്റിന്റെ പണിയായിരുന്നു, ഞാൻ ഇപ്പൊ നിർത്തി വീട്ടിൽ ഇരിക്കാന്ന് പറഞ്ഞേ. ദൂത് പറയുമ്പോ ഇവിടെ ഇരിക്കുക. നിങ്ങൾക്ക് ജോലി കിട്ടൂടെ? കിട്ടിയോ? ജോഷി ഞാൻ എന്നാ ജോലി ചെയ്തോണ്ടിരുന്നേ? ഓ, പിന്നെ എന്നാ അവിടെ ഇരിക്കുന്നേ? ഓനച്ചനെയൊക്കെ വാടി എടുത്തിട്ട് അടിക്കണം. നല്ലൊരു പ്രാർത്ഥിച്ചാലും ശക്തമായിട്ട് ഇതൊരു ഭയങ്കര ദൈവപ്രവൃത്തിയായി തീരും. ദൈവം കരുതി വെച്ച് എന്താ തുറക്കുക. ദൈവം കരുതി വെച്ച് ഈ ദിവസം ഒരു നിറവാണ് കേട്ടോ. ഈ ദിവസം ഒരു നിറവാണ്. എന്തൊക്കെയോ ദൈവം നീയുമായിട്ട് ആഡ് ചെയ്യുക. ഇതിനകത്ത് എനിക്കൊരു റോളും ഇല്ല. ഇത് റോള് കർത്താവിൻ്റെയാ. ശബന ഹർത്തമ റിക്കഥ തമ്മിൽ പ്രാർത്ഥിച്ചാടെ ഇതൊരു ഭയങ്കര ദൈവപ്രവൃത്തിയായി തീരും. നിന്നെ കൃത്യം കർത്താവ് പ്ലേസ് ചെയ്യാൻ പോവാം. മനസ്സിലായില്ലേ? ദൈവം നിന്നെ പ്ലേസ് ചെയ്യാൻ പോവാണ്. ദ പെർഫെക്റ്റ് പ്ലേസ് നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകും. യെസ്, യേശുവിന്റെ നാമത്തിൽ ഓൺലൈനിലും കാണുന്നവരോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, നിന്റെ മേലെ എക്സാക്ട് പ്ലേസ് ഇപ്പോൾ തുറന്നു വരുന്നു. ഒന്ന് ഈ എഴുന്നേറ്റ് നിൽക്കുന്നവരെല്ലാവരും ഒന്ന് ദൈവത്തിൽ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. കുറച്ച് നാളുകളായിട്ട് എന്നെ വട്ടം ചുറ്റിച്ച ആ അനുഭവങ്ങൾ ഇപ്പോൾ എന്നെ വിട്ടുമാറുന്നു. സ്വീകരിക്കുക. നിങ്ങൾ തൊട്ടടുത്ത് നിൽക്കാത്ത ആർക്കെങ്കിലും ഒന്ന് കൈ എടുത്തിട്ട് തൊട്ടടുത്ത് നിൽക്കാത്ത ഒരാൾക്ക് കൈ കൊടുത്തെന്ന് പറഞ്ഞേ, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. തൊട്ടടുത്ത് നിൽക്കുന്ന ആർക്ക് കൊടുക്കും? നിങ്ങൾ ഒരു എഫേർട്ട് ചെയ്യണം. അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാത്ത എന്നറിയാം. അച്ഛാ അവിടെ പോയി പറ. വെള്ള ഷർട്ട് ആകാശ നീലല്ലേ? ഒന്ന് പറഞ്ഞേ. ആമേൻ. കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കും. ഇരുന്നോ ദൈവശനത്. ഈ പ്രൊഫറ്റിക്കൽ സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. അരവിന്ദ് വിൻസൻ പാസ്റ്റർ ഈ കുട്ടിക്കാനത്ത് നിങ്ങളുടെ നാടിനെ കിടക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയത്തില്ല. ഇടയ്ക്ക് ഞങ്ങളുടെ അടുത്ത് വന്നപ്പം പറഞ്ഞതാണ്. എന്നോട് പറഞ്ഞു, അച്ഛൻ ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് നല്ല കാറിലാണ്. 5-6 വർഷത്തിനകത്ത് 3-4 കാറ് മാറി. ദൈവം എനിക്ക് തന്നു. റബ്ബർ ഷീറ്റ് അടിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ്. നമ്മുടെ കൺവെൻഷന് പ്രസംഗിക്കാൻ വന്ന മനുഷ്യൻ. കണ്ടാൽ അങ്ങനെയൊന്നും തോന്നത്തില്ലെങ്കിലും അങ്ങനെ ആരെന്ന് സ്കൂളിൽ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു ദിവസം അമ്മ വെറുതെ ഇരുന്ന് എനിക്കിട്ട് ഇങ്ങനെ ഒന്ന് ചുരണ്ടി, നീ ഇങ്ങനെയൊക്കെ നടന്നാൽ മതി, വീടൊക്കെ വെക്കണ്ടേ? അപ്പോഴാ പുള്ളി, നമ്മൾ താമസിക്കുന്ന 2 നില വീട്ടിലാണല്ലോ, റെന്റാണേ. അപ്പൊ അദ്ദേഹത്തിനകത്തൊരു ചെറിയ ചിന്ത കയറി. അന്ന് രാവിലെ ഇവിടെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അവിടെ ജിബി പാസ്റ്റർ ഉണ്ട്, നമ്മുടെ വീട്ടിൽ പ്രസംഗിച്ച ജിബി പാസ്റ്റർ ഒരു ദൂത് പറഞ്ഞ് ദൈവം ഒരു വീട് തരാൻ പോവാണെന്ന്. പിന്നെ ഈ പുള്ളിനെ കാണുന്നില്ല. ചോദിച്ചപ്പം പുള്ളി മുറ്റത്ത് പോയിട്ട് ഒരു കമ്പൊടിച്ചിട്ട് ഒരു കുഴി കുത്തിക്കൊണ്ടിരിക്കുക. രാത്രി ചെറിയ മഴയുള്ളപ്പോൾ പുറത്തു പോയി കുഴി കുത്തുക. നീ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു പറയും, ഞാനത് ആത്മാവിൽ കുത്തുവരുത്. എറണാകുളത്തുള്ളൊരു ചർച്ചില്
പത്രോസിനോട് പറയാണ്, എടാ നീ പോയി വീണ്ടും വീശാൻ. അങ്ങോട്ട് വീശാൻ, വീണ്ടും വീശുക. അപ്പം രാത്രി മുഴുവൻ വീശിയ മനുഷ്യനാണ്, രാത്രി മുഴുവൻ അധ്വാനിച്ചതാണ്. എന്നിട്ട് വീണ്ടും വീശാൻ പറഞ്ഞാൽ മനസ്സുകൊണ്ട് ചെറിയ പ്രയാസമുണ്ട്, പക്ഷെ വീശാതെ വലയ്ക്കകത്ത് നിറവുണ്ടാകത്തില്ല. ഇറ്റ്സ് എ പ്രൊഫറ്റിക്കൽ സ്റ്റെപ്പ്. നിറയും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വീശാനുള്ള വലയുണ്ടെങ്കിലേ വള്ളത്തിനകത്ത് മീൻ വരത്തുള്ളൂ. ആമേൻ. മനസ്സിലായവർക്കായി സ്തോത്രം. കര അടിച്ച് അതിനെ ദൂതിനൊന്ന് സ്വീകരിച്ചാടെ. രണ്ട് രീതി പരിശുദ്ധാത്മാവ് സംസാരിച്ചു. ഒരു പ്രൊഫറ്റിക്കൽ സ്റ്റെപ്പ് വെക്കാമെങ്കിൽ കർത്താവ് നിന്റെ ചിന്തയെ പൊട്ടിച്ച ആൾക്കാരെ കൊണ്ടുവരുന്നത്. നീ പറഞ്ഞതും പ്രാപിച്ചതും ഒക്കെ സ്റ്റെപ്പ് വെക്കണം. ഞാൻ അന്ന് ആസാമിൽ നിന്ന് റിങ്കുവിന്റെ കല്യാണത്തിന് ഞാൻ അന്ന് കയറിയ, എനിക്ക് റോസൊക്കെ എന്നെ ആദ്യമായിട്ട് അന്ന് വേണ്ടേ എല്ലും തോരുമായിട്ട് എനിക്ക് ഒരു നാണം കെട്ട രീതിയിലാണ് ഞാൻ അവിടെ വന്ന് കയറിയത്. അതുപോലെ പ്രശ്നത്തിലാണ് വന്നത്. പക്ഷെ അന്ന് രാത്രിയിൽ, നിങ്ങളുടെ എൻഗേജ്മെന്റ് അന്ന് രാത്രിയിൽ ഞാൻ ഒരു സ്റ്റെപ്പ് വെച്ച ആത്മാവ്. എൻ്റെ ഇന്നത്തെ മാറ്റങ്ങൾക്ക് മൊത്തം കാരണം അന്നത്തെ രാത്രിയിലെ സ്റ്റെപ്പാണ്. ഇന്ന് എൻ്റെ വീട്ടിൽ കിടക്കുന്ന സകല ഗിഫ്റ്റുകളും അച്ഛൻ മൊത്തം ഗിഫ്റ്റാണ്. ആ ഗിഫ്റ്റുകൾക്കകത്ത് എന്നെ ദൈവം കൊണ്ടുവന്നത് മൊത്തവും ആ ഒറ്റ സ്റ്റെപ്പിനകത്താണ്. ആമേൻ. പുതിയ ഓപ്പർച്യൂണിറ്റികളെ ദൈവം തുറന്നിട്ടത്, ഞാൻ ഒരു സത്യം പറയാം, ഒറ്റ സത്യം, നിങ്ങളെ കൊണ്ട് ദൈവം ഒരു മിറക്കിൾ ചെയ്തു. ഞാൻ ഒന്നുകൂടെ നോക്കൂ. കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾക്കപ്പുറമായിരിക്കും. ഹല്ലേലൂയ. ദൈവം ചിലതിനെ പുതുതാക്കാൻ പോവുക. ഹല്ലേലൂയ. ആ കല്യാണ വീട്ടിലേക്ക് യേശു കയറി വരുമ്പോൾ യേശുവിൻ്റെ അമ്മ പറയുന്ന ഭാഗം ഇതാ. ഇതൊരു തുടക്കം കേട്ടോ. ആ ഒരു നാഴിക തുറന്നു വരുന്ന സമയമാണ്. വീഞ്ഞു തീർന്നു. യേശു പറയുന്നത്, സ്ത്രീയെ, എനിക്ക് നിനക്ക് തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. എപ്പോൾ ആ നാഴിക, എപ്പോൾ ആ പ്രവൃത്തി വരും? ഞാൻ അത് പറഞ്ഞു നിർത്താൻ പോവുക. പുറത്ത് കിടക്കുന്നത് അകത്ത് വന്നാൽ ഞാൻ പ്രവർത്തിക്കും. ഇപ്പോൾ ആ കൽപാത്രങ്ങൾ പുറത്ത് കിടക്കുക, അതകത്ത് വന്നാൽ ഞാൻ പ്രവർത്തിക്കും. എന്നോട് പരിശുദ്ധാത്മ പറയുന്നു, പ്രവൃത്തിക്ക് വേണ്ടി പുറത്ത് കിടക്കുന്ന ചിലതിനെ ദൈവം അകത്തേക്ക് പുറത്ത് കിടക്കുന്ന ചിലതിനെ ആത്മാവ് പുറത്ത് നിന്ന് അകത്തേക്ക് അപ്പോയിന്റ് ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് കഴിഞ്ഞ രാത്രിയിൽ പ്രവചിച്ച ഒരു വാക്കാണ്. ഹല്ലേലൂയ. ദൈവം പ്രവർത്തിക്കും ഉറപ്പായിട്ടും. ആ നാഴിക്ക് വേണ്ടി യേശു വെയിറ്റിങ്ങിലാണ്. പക്ഷെ പുറത്ത് കിടക്കുന്ന ഹല്ലേലൂയ ആ കൽപാത്രം അകത്തു വരണം.
അകത്ത് വന്നാൽ അവൻ പ്രവർത്തിക്കാൻ റെഡിയാണ്. യേശുവിന്റെ നാമത്തിൽ ആ വീട്ടുകാര് പ്രതീക്ഷിക്കാത്ത കൽപാത്രം നിർണായകമായ സ്ഥലത്ത് പ്ലേസ് ആകുന്നതിനെ ആത്മാവ് കാണിക്കുന്നു. ആ വിരുന്ന് വീട്ടിലെ ആൾക്കാർ ആ കൽപാത്രങ്ങളെ പ്ലേസ് ചെയ്തിരിക്കുന്നത് വീടിന്റെ പുറത്താണ്. യേശുവിന്റെ നിർബന്ധം, ഞാൻ പ്രവർത്തിക്കാം, പക്ഷെ അതകത്ത് വരണം, അതകത്ത് വരണം, അതകത്ത് വരണം. അതകത്ത് വന്ന ഞാൻ പ്രവർത്തിക്കാൻ പോവുകയാണ്. ഇതൊരു പ്രൊഫറ്റിക്കൽ ശബ്ദമാണ്. അല്ലെങ്കിൽ വീട്ടുകാരെ വിചാരിക്കാത്തതൊന്ന് യേശുവിന്റെ വാക്കിനാൽ വീടിനകത്ത് വരാൻ പോകുന്നു. ആമേൻ. സമയമില്ലാത്തതുകൊണ്ട് അടുത്ത പറയാം. വന്നാ പോരാ, അത് നിറഞ്ഞേ പറ്റൂ. വരികയല്ല, വാക്കോളം അതിനെ നിറച്ചേ പറ്റുള്ളൂ. എപ്പോ പ്രവർത്തിക്കും? നിറയ്ക്കുക, നിറയ്ക്കുക. നിറച്ചാൽ ഞാൻ പ്രവർത്തിക്കാം, നിറച്ചാൽ ഞാൻ പ്രവർത്തിക്കാം. പുറത്ത് കടക്കുന്നത് അകത്തുകൊണ്ട് നിറയ്ക്കാൻ തയ്യാറാണെങ്കിൽ ഇത് സഭയുടെ മേലുള്ള നിയോഗമാണ്, ഇത് സഭയുടെ മേലുള്ള ഉദ്യമമാണ്, ഇത് സഭയുടെ മേലുള്ള വെല്ലുവിളിയാണ്, ഇത് സഭയ്ക്ക് മേടി ദൈവം വെച്ചിരിക്കുന്ന ഒരു ടാക്കാണ്. ഈ പകൽ ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, പുറത്ത് കടക്കുന്ന ചിലതിനെ നീ അകത്തേക്കൊന്ന് ക്ഷണനം കൊടുക്കുക. ആത്മാവ് പറയുന്നു, അങ്ങനെ ചില വിരുന്നുകൾ ഇവിടെ സംഭവിക്കാൻ പോവുക. ഇതൊരു പ്രൊഫറ്റിക്കൽ ശബ്ദമാണ്. ഹല്ലേലൂയ. അങ്ങനെ ചില വിരുന്നുകൾ, ദേശത്തെ മുഴുവൻ വിളിക്കുന്ന വിരുന്ന് ഇവിടെ സംഭവിക്കാൻ പോവുക. അതിനകത്ത് നീ പ്രതീക്ഷിക്ക. എന്നോട് പരിശുദ്ധാത്മ പറയുന്നു, നീ വിളിക്കാത്തവര് കയറി വരും, വിളിക്കാത്തവർ കയറി വരും. അവരെ എതിരിടുന്നത് നീ ആയിരിക്കത്തില്ല, ക്ഷണിക്കപ്പെട്ട ഒരു ക്രിസ്തു ഉണ്ട്. സഭയുടെ ലീഡേഴ്സ് പ്രാർത്ഥിക്കുക, സഭയ്ക്ക് വേണ്ടി ചുമല് കൊടുക്കുന്നവർ പ്രാർത്ഥിക്കുക. ഒരു വിരുന്നു വീടാക്കാൻ പോവുകയാണ്. ക്ഷണിച്ചവരും ക്ഷണിക്കപ്പെടാത്തവർക്കും ഒരുപോലെ അംഗത്വം കൊടുക്കുന്ന ഒരു വിരുന്നിന്റെ സമയത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇതിനെ കൊണ്ടുപോകാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ആ അന്തരീക്ഷത്തിനകത്ത് ഞാൻ പ്രവർത്തിക്കും, ഞാൻ പ്രവർത്തിക്കും. കരുതി വെച്ചതല്ലെന്ന്, കരുതി വെക്കാത്തതൊന്ന് അന്ന് അവിടെ പ്രവർത്തി വരും. മനസ്സിലാകുന്നോ? മനസ്സിലാകുന്നോ? ഇപ്പോ ഒരു സമൂഹം പോവാ, പക്ഷെ അടുത്ത കുറച്ചു പേരുടെ കേറിക്കഴിഞ്ഞാൽ അവരിൽ നിന്നുണ്ടാകുന്നത് ഹല്ലേലൂയ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ലെന്ന്. ഇത് പ്രവചന ശബ്ദമാണ്. ഞാൻ ആരെയും നോക്കുന്നില്ല, മുഖത്ത് നോക്കാതൊരു ദൂത് പറയുക, മുഖത്ത് നോക്കാതൊരു ദൂത് പറയുകയാണ്. ഞാൻ മുഖത്ത് നോക്കാതൊരു പറയാണ്. കയറി വരുന്നവരെ നീ ശുശ്രൂഷിക്കാൻ തയ്യാറാണെങ്കിൽ, കയറി വരുന്നവരെ നീ പരിപാലിക്കാൻ തയ്യാറാണെങ്കിൽ, ക്വാളിറ്റി ഇല്ലെന്ന്, അത് കൽപാത്രമാണ്, കാല് കഴുകാൻ വെച്ചേക്കുന്നതാണ്. പക്ഷെ നീ അതിനെ പരിപാലിക്കാൻ തയ്യാറാണെങ്കിൽ അതിൽ നിന്ന് ഇന്ന് വരെ വെളിപ്പെടാത്തത്, ഇന്ന് വരെ വെളിപ്പെടാത്തത് അതിലൂടെ ഒഴുകും. അത് മറ്റുള്ളവർക്ക് മിറക്കിളാകും, അത്ഭുതമാകും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്റെ നിറം മാറാൻ പോകും, നിന്റെ ഗുണം മാറാൻ പോകുന്നു, നിന്റെ രുചി മാറാൻ പോകുന്നു, നിന്റെ നിലവാരം മാറാൻ പോകുന്നു, നിന്റെ അവസ്ഥ മാറാൻ പോകുന്നു. ശമന ധരമന ഖദലരമ ധരാമന ക്ഷബാരഗ വൈബ്രഹത്തല പ്രഭേദന ശിയാർധരാന അർത്ഥീമന രഗച്ചലരബന ഹസ്തിയ രഗത്തല പ്രഭാതന ക്ഷിബിയ ജുഡപ്രഭാതനം ഗബച്ചിലിമിയ റബാധിയ രഗത്തല ഖാശിയ
ഹാലലൂയ. പരിശുദ്ധാത്മാവ് പറഞ്ഞ ആലോചനയെ ഞാൻ അങ്ങ് സ്വീകരിക്കുന്നു. ഞാൻ ആദ്യം അങ്ങ് സ്വീകരിക്കുക. പുറത്ത് കിടക്കുന്നത് നിറവായിട്ടകത്ത് കയറണം. ആരാ നിറച്ചേ മോനച്ച? ആരാ നിറച്ചത്? അകത്ത് നിന്നവരാ നിറച്ച്. അകത്ത് നിന്നവരാ നിറച്ച്. പുറത്തുനിന്ന് കയറി വരുമ്പോൾ അകത്ത് നിന്നവരെ നിറയ്ക്കാൻ പറ്റുന്ന നിലവാരത്തിലേക്ക് മാറിക്കോണം. എത്രത്തോളമാ? മുട്ടറ്റമാണോ? 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 അരയാണോ? അല്ല, നീന്തിയിട്ട് കടക്കാൻ കഴിയാത്ത രീതിയിൽ വാക്കോളം അതിനെ നിറച്ചു. ഓ, ഇന്ന് പകൽ വാക്കോളം നിറച്ചാൽ ഇതിന്റെ നിറം മാറുന്ന സമയം നിങ്ങൾ അറിയത്തില്ല. ആമേൻ, ആമേൻ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇത് പറഞ്ഞ് നിർത്തുകയാണ് ഇവിടെ. ഹല്ലേലൂയ. നിറം മാറുന്നത് അറിയാത്ത നിലവാരത്തിലേക്ക് അതിനെ മാറ്റാൻ പ്രവർത്തിക്കുവാൻ ദൈവം തയ്യാറാണ്. പക്ഷേ പുറത്ത് കിടന്ന് അകത്ത് വരണം. ഒരു സമയത്തെക്കുറിച്ചാണ്, ഒരു പകലിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ പകൽ സംഭവിക്കാൻ പോവുക. രണ്ട് ഭാഗങ്ങളുണ്ട്. ഞാൻ മെസ്സേജ് തുടങ്ങുന്നുള്ളൂ. രണ്ട് ഭാഗങ്ങളുണ്ട്. വൺ പാർട്ടിന്റെ മെയിൻ ആള് യേശുക്രിസ്തുവാണ്. അത് യേശുക്രിസ്തുവിന്റെ 3.5 വർഷത്തെ ശുശ്രൂഷയായിരുന്നു. രണ്ടാമത്തെ പാർട്ടിന്റെ മെയിൻ ആള് യേശുക്രിസ്തുവാണ്. പക്ഷെ അവിടെ ആദ്യം പറഞ്ഞ പുത്രന്മാരുടെ സമയങ്ങളാണ്. ആമേൻ, ആമേൻ. അതുകൊണ്ട് 14-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയും, ഇനി ലോകം, ഇതുവരെ ലോകം എന്നെ കണ്ടു, ഇനി ലോകം എന്നെ കാണത്തില്ല, നിങ്ങളെ കാണും. ഞാൻ ചെയ്തത് എൻ്റെ പ്രവൃത്തി. അവിടെ വാക്ക് നിങ്ങൾ വായിച്ചിട്ട് ഞാൻ ഒരുപാട് തവണ പ്രസംഗിച്ച, ഞാൻ അന്ന് പ്രസംഗിച്ചിട്ട് പുറകെ ഇത് വരുതാൻ വേണ്ടിയാ. ഒന്നെങ്കിൽ ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. എന്നാണ് രാഖി കേൾക്കുന്നോ? ഒന്നെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? ഞാൻ പിതാവിലും. ഇനി നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ കുറച്ച് സമയത്ത് ക്ഷമിക്കാം. എൻ്റെ പ്രവൃത്തി നിങ്ങൾ വിശ്വസിക്കണം. ഞാൻ ഈ 3.5 വർഷം ചെയ്തത് ഇത് നിങ്ങൾ ചെയ്യാൻ പോവാ. മനസ്സിലാകുന്നവർക്ക്. ഇനി ഞാൻ ഇവിടെ നിന്ന് പിതാവിന്റെ അടുക്കലേക്ക് പോകും. പോയി കഴിഞ്ഞാൽ ഞാൻ ചെയ്തതല്ല, ഞാൻ ചെയ്തതിലും അധികം ചെയ്യാൻ. ദിസ് ഈസ് ദ ഡേ, ദിസ് ഈസ് ദ പകൽ. ഈ പകലാണിത്. ഈ പകലിനകത്ത് ദൈവം സെറ്റ് ചെയ്തിരിക്കുന്നത് ദൈവപ്രവൃത്തിയാണ്. ദൈവപ്രവൃത്തി. എഴുന്നേറ്റ് നിന്ന് എല്ലാവരും ഹല്ലേലൂയ. ഞാനിത് തുടരാം. ഞാൻ ഈ മെസ്സേജ് തുടരാം. ഇപ്പോഴല്ല, അടുത്ത ആഴ്ച തുടരാം. നിങ്ങൾ കൈ ഒന്ന് ഉയർത്തി കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് സമർപ്പിച്ചാട്ടെ. ദൈവപ്രവൃത്തിക്കായിട്ട് ദൈവം ചൂസ് ചെയ്ത ആളാണ് ഞാൻ. ഒന്ന് രണ്ട് നിമിഷം വിട്ടുകൊടുക്കുക. ഐ സറണ്ടർ മൈ ലൈഫ്. ഞാൻ യേശുവിൻ്റെ മുമ്പിൽ എന്നെ സമർപ്പിക്കുന്നു. ഞാൻ യേശുവിൻ്റെ മുമ്പിൽ എന്നെ സമർപ്പിക്കുന്നു. ഞാൻ ദൈവപ്രവൃത്തിക്കായി എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ വീടിനകത്ത് ദൈവപ്രവൃത്തിക്കായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ആ പകലിനെ കുറിച്ച് ഞാൻ തിരിച്ചറിയുന്നു. ആ പകലിനകത്ത് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവപ്രവൃത്തിയെ ഞാൻ മനസ്സിലാക്കുന്നു. ആ പ്രവൃത്തിക്കായിട്ട് കൃത്യമായിട്ട് ദൈവം എന്നെ നിർത്തിയതാണ്. തിരിച്ചറിവുള്ളവർ പ്രാർത്ഥിക്കട്ടെ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോ നടത്തേണമേ. ഉഷാവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ഓ ആഴിയാതിൽ ഓളങ്ങളാ വലഞ്ഞിടുമ്പോ എൻ പടകിൽ എൻ്റെ പ്രിയൻ യേശുവുണ്ട് ചേർന്നിടുമേ.
ഭവനമതിൽ. ഓ എന്റെ പ്രിയൻ യേശുവിന്റെ നാമത്തിൽ യേശുവുണ്ട് ചേർന്നിടുമേ ഭവനമതിൽ. ശ്രദ്ധിച്ച ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായി തീർന്നു. ദൈവം സൃഷ്ടിച്ച ഭൂമി പാഴും ശൂന്യമായിരുന്നില്ല. പക്ഷെ സാത്താന്യ കരസ്പർശം കൊണ്ട് പാഴും ശൂന്യമായി പോയി. അതിൻ്റെ മീതെ, വെള്ളത്തിൻ്റെ മീതെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. പൂർണ്ണമായി നശിക്കപ്പെടാതിരിക്കാൻ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. കർത്താവ് പ്രവർത്തിക്കാൻ വെളിച്ചത്തെ ഉണ്ടാക്കി. ആ വെളിച്ചത്തിന് പകലെന്ന് പേരിട്ടു. ആ പകലാണ് ഈ ചരാചരങ്ങളെ മുഴുവൻ ദൈവം ഉണ്ടാക്കിയത്. ആ വചനമാണ് ഇന്ന് രാവിലെ ഇവിടെ വെളിപ്പെട്ടത്. ഇന്ന് മനസ്സിലാകുന്നവരോട് പറയുന്നു, ഹല്ലേലൂയ, അവനൊരു പ്രവർത്തിക്ക് തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഒരു പ്രവർത്തിക്ക് തയ്യാറായി നിൽക്കുകയാണ്. ഐ ആം റെഡി ഗാഡ്. ഞങ്ങൾ തയ്യാറാണ്. നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അങ്ങ് പ്രവർത്തിക്കാൻ തയ്യാറായി നിൽക്കുന്നു. ഞങ്ങളത് കണ്ടറിഞ്ഞ് ഞങ്ങളുടെ കരം അങ്ങയുടെ കരത്തോടു കൂടെ ചലിക്കാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. അങ്ങയുടെ മനസ്സ് ചിന്തിക്കുന്നത് ഗ്രഹിക്കാൻ ഞങ്ങളുടെ മനസ്സിനെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തെ ഒരുക്കാൻ അങ്ങ് ഞങ്ങൾക്ക് അവസരം നൽകണമേ. കർത്താവെ, കഴിഞ്ഞുപോയ അനുഭവങ്ങൾക്കപ്പുറത്തേക്ക് പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഓടിച്ച് ദൈവപ്രവർത്തിക്കായി കയറ്റുന്നതിനായി സ്തോത്രം. ഈ പകൽ ദൈവപ്രവൃത്തിയുടെ സമയമാണല്ലോ. അടുത്തിരിക്കുന്ന ആളുടെ കരത്തിലൊന്ന് പിടിച്ചിട്ട് പറ, ഇത് ദൈവപ്രവൃത്തിയുടെ സമയമാണ്. ഇത് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയമാണ്. മാർത്തേ, നീ കരയണ്ട. മാറിയെ, നീ സങ്കടപ്പെടണ്ട. നാട്ടം മെച്ചമുള്ളെന്ന് ശരിയാ, പക്ഷെ ഇത് ദൈവപ്രവൃത്തിയുടെ സമയമാണ്. എന്നിൽ വിശ്വസിച്ചാൽ നീ മഹത്വം കാണുന്ന പകലാണ്. 4-ാം നാള് കല്ലേറ് മേടിക്കാനല്ല പോയത്. ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ ചെന്ന് അവനെ ഉയർപ്പിക്കും. ഇന്ന് പകല് പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ ഒരുമിച്ച് സന്തോഷിക്കുന്ന കർത്താവേ, ഈ ദേശത്ത് ഒരുപാട് ജനം പുറത്തു വരുന്നത് ഞങ്ങൾ ആത്മകണ്ണുകൾ കൊണ്ട് കാണുന്നു.